ഓക്കെ. ഇനി ഈ സംവിധാനത്തിലേക്ക് ഇറങ്ങും അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ എഴുതിയ സിനിമകളിൽ അപ്പോൾ ഈ 19 നൂറ്റാണ്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് തിരക്കഥയോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ അഭിനയിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ആനന്ദ് ശ്രീബാല ഡയറക്റ്റ് ചെയ്യാണ്. ഇതിൽ അച്ഛൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ശരിക്കും അച്ഛൻ്റെ ഒരു ഹെൽപ്പിംഗ് ഉണ്ടായിട്ടുണ്ടോ? ക്രിയേറ്റീവായിട്ടുള്ള സൈഡിൽ അച്ഛൻ അങ്ങനെ എൻ്റെ അടുത്തൊന്നും സംസാരിച്ചിട്ടില്ല. ഒരു പക്ഷേ എനിക്ക് അങ്ങനൊരു എൻ്റെ ഫ്രീഡത്തിൽ ഇടപെടേണ്ടെന്ന് അച്ഛൻ വിചാരിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കും. അച്ഛനും ഡയറക്ടറാണല്ലോ. അതുകൊണ്ട് അങ്ങനെ എൻ്റെ അടുത്തും അങ്ങനെ ഷോർട്സിനെ കുറിച്ചോ കഥയെക്കുറിച്ചോ പോലും പറഞ്ഞില്ല. പക്ഷേ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ ക്രിയേറ്റീവായിട്ടുള്ളൊരു സൈഡ് മാത്രമല്ല, എല്ലാം ക്രിയേറ്റീവ് തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു ഒരു വലിയ നമ്മളൊരു പറ്റം ആൾക്കാരെ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് വേണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്ത് നടത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് എക്സ്പീരിയൻസ് വേണം. അത് ആദ്യം ചെയ്യാൻ നേരത്ത് അത് പലപ്പോഴും പാളിപ്പോകാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക, നമ്മുടെ ഒരു കോൺടാക്ട്, നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം. അപ്പം ചില കാര്യങ്ങൾ ഇതൊരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണെന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കുറച്ച് പവർഫുൾ ആയിട്ട് നിൽക്കണം, ചില കാര്യങ്ങൾ നമ്മൾ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ചില നെഗോഷിയേഷൻസ് നടത്തുന്ന കാര്യങ്ങൾ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അച്ഛൻ 10-45 പടം ചെയ്തിട്ടുള്ള 10-30 വർഷത്തിലേറെ നിൽക്കുന്ന ഒരു ആളാണ്. പിന്നെ ഞാൻ അച്ഛനായിട്ട് നല്ലൊരു റാപ്പുണ്ട്. ഞങ്ങൾ തർക്കിക്കാറുണ്ട്, ഞങ്ങൾ കഥകൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം എല്ലാ രീതിയിലും ഞങ്ങൾ തമ്മിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു ബന്ധമുള്ളൊരു അങ്ങനെ നല്ല രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വളരെ ഓപ്പൺ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട് ഈ സിനിമയിൽ. അതായത് ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്താണെങ്കിലും ഷൂട്ടിങ്ങിൻ്റെ സമയത്താണെങ്കിലും അതിന് ശേഷമാണെങ്കിലും. പക്ഷെ ക്രിയേറ്റീവായിട്ട് തന്നെ എൻ്റെ അടുത്ത് ഒരു കാര്യവും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രം എനിക്ക് ചിലത് പറഞ്ഞു, അല്ലാതെ അങ്ങനെ ഇടപെട്ടിട്ടില്ല. പക്ഷെ അല്ലാതെ എൻ്റെ കോണ്ടാക്റ്റിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ വന്ന ആളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ സിനിമ സെറ്റുകളിലൊക്കെ പോവാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ വരുന്ന താരങ്ങളുമായിട്ട്, ഇപ്പം മുൻനിര താരങ്ങളുമായിട്ടൊക്കെ എങ്ങനെയാണ്, സൗഹൃദങ്ങളുണ്ടോ? ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഷൂട്ടിംഗ് കാണുമ്പോൾ ഇപ്പോൾ പിടിച്ച് നിർത്തിയതാണ്. അപ്പം എനിക്ക് അങ്ങനെ വലിയൊരു അഭിനയിച്ചുള്ള ഒരു പരിചയമൊന്നുമില്ല. ഇപ്പോൾ അവരൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്നുണ്ടോ? എനിക്ക് എൻ്റെ അച്ഛൻ ഒരുപാട് പുതുമുഖങ്ങളെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. ഒരുപാട് പേര്, നടന്മാരായാലും നടിമാരായാലും അതിൽ പലരും വളരെ പോപ്പുലർ ആയിട്ടുള്ളവരാണ്. ഇപ്പോൾ ജയസൂര്യ തൊട്ട് ഇന്ദ്രജിത്ത്, ഒരുപാട് പേരുകളുണ്ടല്ലോ പറയാൻ. അപ്പോൾ ഇവരെയൊക്കെ എനിക്ക് ആ സമയത്ത് ഇതിൽ ചിലരുടെ സെലക്ഷനിൽ ഞാനും ഭാഗമായിട്ടുണ്ട്, ചിലപ്പോൾ അമ്മ ഭാഗമായിരിക്കും. പക്ഷെ അതിനുശേഷം അങ്ങനെ ഒരു വലിയ പേഴ്സണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് ഞാനായിട്ട് മനഃപൂർവ്വം കീപ്പ് ചെയ്യാത്തതല്ല, അവരുമായിട്ടുമല്ല. ഞാൻ എൻ്റെതായിട്ടുള്ള സർക്കിളിൽ പോകുന്ന ആളാണ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വിദേശത്ത് പോയല്ലോ പഠിക്കും. അപ്പം അവരൊക്കെ ഇവിടെ വലിയ ആക്ടേഴ്സ് ആകുമ്പോൾ ഞാൻ അവരുമായിട്ട് അത്ര ടച്ചിലൊന്നുമില്ല. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അച്ഛനുമായിട്ട് പരിചയമുള്ള, അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ അല്ലാത്ത മിക്ക ആർട്ടിസ്റ്റുകളായിട്ടും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബന്ധങ്ങളേ ഉള്ളൂ. അപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സമയങ്ങളിൽ ഉള്ള ഇൻട്രാക്ഷൻസ് ആണ് ഉള്ളത്. അങ്ങനെ അല്ലാതെ എൻ്റെ ഫ്രണ്ട് സർക്കിൾ കംപ്ലീറ്റ്ലി സിനിമയ്ക്ക് പുറത്തുനിന്നുള്ളതാണ്. ഇപ്പോൾ ഈ സിനിമ ചെയ്യാൻ നേരത്ത് 10-45 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷനായിട്ട് ഞാൻ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന ചിലരിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളായിട്ട് മാറിയിട്ടുണ്ട്. സൈജു ചേട്ടനായിട്ട് എനിക്കിപ്പോൾ പ്രൊഫഷണൽ അപ്പുറത്തേക്കൊരു ബന്ധമുണ്ട്. അതുപോലെ അഭിലാഷായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു കൊല്ലത്തിലേറെ ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു പൃഥ്വിരാജിന് ഒരുപാട് അവസരങ്ങൾ ആ സമയത്ത് കൊടുത്തിട്ടുണ്ട്. അതെ അതെ അച്ഛനായിരുന്നു. അതെ അതെ. എനിക്കൊന്ന് പൃഥ്വിരാജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അച്ഛനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ 4 സിനിമ അടുപ്പിച്ച് ചെയ്യുന്നുണ്ട്. അതിൽ 2 വലിയ വിജയമായിരുന്നു. പിന്നെ അത്ഭുത ദ്വീപ് ഇപ്പോഴും ആൾക്കാരെ ചർച്ച ചെയ്യുന്ന സിനിമയാണ്. ആ വിഷമഘട്ടത്തിൽ ഭയങ്കരമായിട്ടൊരു ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടിരുന്നൊരു സിനിമ കൂടിയായിരുന്നില്ലേ? വിഷമഘട്ടം എന്ന് പറഞ്ഞാൽ അതൊരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ കരിയറിൻ്റെ പീക്കാണ്. വിഷമഘട്ടം അന്ന് ഉണ്ടായിരുന്നത് പൃഥ്വിരാജനായിരുന്നു. അന്ന് പൃഥ്വിരാജിന് വിലക്കുണ്ടായിരുന്ന സമയത്ത് അച്ഛൻ്റെ പടത്തിൽ അഭിനയിച്ചതിനാണ് വിലക്ക് വന്നത്. പിന്നെ അച്ഛൻ തന്നെയാണ് വിലക്ക് മാറ്റി അത്ഭുത ദ്വീപ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പൃഥ്വിരാജിൻ്റെ കരിയറിൽ വലിയ ഉയർച്ച ഉണ്ടായി. പിന്നെ അച്ഛൻ്റെ കരിയറിൽ ഈ സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം നമുക്കൊരു ആക്ടറിന്, ഇപ്പോൾ ഒരു ഡയറക്ടർ വിചാരിച്ചാൽ ഒരു ആക്ടർക്ക് ഒരു സ്പേസ് കൊടുക്കാൻ പറ്റും, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റും, ഒരു കഥാപാത്രം കൊടുക്കാൻ പറ്റും. പക്ഷെ അതിനുശേഷം ഒരു 20 കൊല്ലക്കാലത്തോളം, ഇപ്പോൾ പൃഥ്വിരാജ് ആണെങ്കിലും ജയസൂര്യ ആണെങ്കിലും, നമ്മൾ ഒരേപോലെ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് അവരവരുടെ ഒരു ശ്രമത്തിൻ്റെ ഫലമാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് പുറകിലോട്ട് പോയാൽ അടുത്ത ആൾ കയറും. അപ്പോൾ ഒരുപാട് പെർസെവറൻസ് ഉള്ള ഡിറ്റർമിനേഷനുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. അപ്പോൾ അത് എൻ്റെ അച്ഛൻ അത് അഭിമാനത്തോടെ കാണുന്നതാണ്. കാരണം അച്ഛൻ കൊണ്ടുവന്നിട്ടുള്ള പല ആർട്ടിസ്റ്റുകളും ഇപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കുന്ന വലിയ സ്റ്റാറുകളാണ്. അച്ഛൻ്റെ ലെഗസിയുടെ ഒരു ഭാഗമാണ്.